ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ജില്ലയിലെ മികച്ച ആയുർവേദ ആശുപത്രികളിൽ ഒന്നായ തേർഡ് ക്യാമ്പ് ആയുർവേദ ആശുപത്രിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നതായി പരാതി. ജില്ലയിലെ മികച്ച ആയുർവേദ ആശുപത്രികളിലൊന്നായ തേർഡ് ക്യാമ്പ് ആയുർവേദ ആശുപത്രിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നതായി പരാതി. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അടക്കം ആളുകൾ തേർഡ് ക്യാമ്പ് ആശുപത്രിയിലെത്തി ചികിത്സ തേടി മടങ്ങുന്ന സാഹചര്യത്തിൽ ഇവിടെ ചികിത്സ നിഷേധിക്കുന്നതായാണ് വ്യാജ പ്രചരണം. നിലവിൽ 20-ലധികം രോഗികൾ IP ബ്ലോക്കിൽ ഒരു മാസത്തോളമായി കിടത്തി ചികിത്സ തേടുന്ന സാഹചര്യത്തിലാണ് ചിലർ ആശുപത്രിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുവാൻ വ്യാജ പ്രചരണവുമായി രംഗത്ത് എത്തിയിരിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു. നിലവിൽ നിരവധി രോഗികൾ ആശുപത്രിയിൽ കിടത്തി ചികിത്സ തേടുന്നുണ്ട്. എന്നാൽ ഇവിടെ ജലമില്ലാത്തതിനാൽ ആളുകളെ പറഞ്ഞയക്കുന്നതായാണ് വ്യാജ പ്രചരണം നടത്തിയത്. ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹരി പറഞ്ഞു. ഇവിടെ ജലമില്ലാത്തതുകൊണ്ട് രോഗികൾക്ക് ചികിത്സ നിഷേധിക്കുമെന്നുള്ള മട്ടിലൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു രോഗിക്കും ചികിത്സ നിഷേധിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ 22ഓളം രോഗികൾ ഇവിടെ ചികിത്സ തേടുന്നുണ്ട്. ഇവിടെ IP വിഭാഗത്തിൽ. അത് കൂടാണ്ട് 75 മുതൽ 100 വരെ IP വിഭാഗത്തിലും പ്രതിദിന ചികിത്സ തേടുന്നുണ്ട്. ചികിത്സ നിഷേധിക്കുക എന്നൊരു നയമല്ലല്ലോ ആശുപത്രിക്ക് ഒരിക്കലും ഉണ്ടാകും. രോഗികൾക്ക് ചികിത്സയും ആവശ്യമായ ചികിത്സയും ഔഷധങ്ങളും എന്നും എപ്പോഴും ഇവിടെ ലഭ്യമാണ്. അത് ആ വാർത്തയിൽ വസ്തുതാപരമായ വിശകലനമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാർത്ത വന്നത്. ആശുപത്രിക്ക് ആവശ്യമായ വികസന പ്രവൃത്തികൾക്ക് HMCയും ഗ്രാമപഞ്ചായത്തും സദാസമയം പ്രയത്നിക്കുകയാണ്. ആവശ്യമായ ഫണ്ടുകളും യഥേഷ്ടം ലഭ്യമാക്കുന്നുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ചിലർ നടത്തുന്ന ശ്രമങ്ങളാണ് നിലവിലെ വ്യാജ പ്രചരണങ്ങളെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗവും HMC പ്രതിനിധിയുമായ S മോഹനൻ പറഞ്ഞു. ക്യാമ്പ് ആയുർവേദ ആശുപത്രിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ജില്ലാ ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ പിന്നെ പാമ്പാടമ്പാറ പഞ്ചായത്തിന്റെ കീഴിലുള്ള തേർഡ് ക്യാമ്പ് ആയുർവേദ ഹോസ്പിറ്റലാണ് ഏറ്റവും മെച്ചപ്പെട്ട ഹോസ്പിറ്റൽ. അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് ഈ കഴിഞ്ഞ ദിവസം വന്നത്. ഒന്ന്, ഈ ഹോസ്പിറ്റലിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കെല്ലാം ആവശ്യത്തിന് ഫണ്ടും മരുന്നും വെച്ച് വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 15 ലക്ഷം രൂപയാണ് ഞാൻ വന്നതിന് ശേഷം ഇവിടെ ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്നും മരുന്നുകൾ വാങ്ങാൻ വേണ്ടി മാത്രമായിട്ട് അനുവദിച്ചിരിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഇവിടെ കിടപ്പ് രോഗികൾക്ക് യാതൊരു തടസ്സവുമില്ല. ആര് വിളിച്ചു ചോദിച്ചാലും അവർക്ക് കിടക്കാനുള്ള സൗകര്യം, ബെഡ് ഉണ്ടെങ്കിൽ 30 ബെഡാണുള്ളത്. ആ 30 ബെഡിൻ്റെ അകത്ത് കിടക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ പാലിയേറ്റീവ് പ്രവർത്തനത്തിന് ഏക അനുവദിച്ചിരിക്കുന്ന ഈ ഹോസ്പിറ്റലിലാണ്. അങ്ങനെ എല്ലാ രീതിയിലും ഈ ഹോസ്പിറ്റൽ ഉയർന്ന നിലവാരത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ വേനൽ സമയത്ത് പോലും കുടിവെള്ള പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് പോലും പഞ്ചായത്ത് വെള്ളം ഇറക്കി തന്ന് രോഗികളുടെ ട്രീറ്റ്മെന്റ് കൃത്യമായി നടത്തിക്കൊണ്ടുപോയ ഒരു ഹോസ്പിറ്റലാണ്. 7 ഡോക്ടർമാരും അതുപോലെ തന്നെ 25ഓളം വരുന്ന ജീവനക്കാരുമുണ്ട്. എല്ലാവരും വളരെ മാന്യമായ രീതിയിൽ ആൾക്കാരോട് ഇടപെടുകയും അത്യാവശ്യം മരുന്നും കാര്യങ്ങളും എല്ലാം കൊടുക്കുകയും ഇവിടെ വരുന്ന ഒരു രോഗികൾക്കും മരുന്ന് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ആവശ്യത്തിനുള്ള മരുന്നിനുള്ള ഫണ്ട് പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്ത് വെച്ചു കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, HMC ആ കാര്യത്തിൽ വളരെ നിർബന്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കണ്ട വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം. ഇപ്പം അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി 20 ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഫണ്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് 82 മുതൽ പ്രവർത്തിക്കുന്ന ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നല്ല പേരുകൾ തന്നെയാണ് നിൽക്കുന്നത്. എന്തിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയത്തില്ല. ആശുപത്രിക്കെതിരായ വ്യാജ പ്രചരണങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി. കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ്. കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം. ബേബി ഹഗ്, കോടതി ജംഗ്ഷൻ, കിഴക്കേ കവല, നെടുങ്കണ്ടം.